വചനത്തിലേക്ക് ധ്യാനിക്കാം. We are going to spend some time to meditate on the word of God. എഫേസ്യ ലേഖനം 6:10 മുതൽ 12 വരെ. Ephesians chapter 6 verse 10 to 12. എഫേസ്യ ലേഖനം 6:10 മുതൽ 12 വരെ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. പിശാചിന്റെ തന്ത്രങ്ങൾ, വൈൽസ് ഓഫ് ദ ഡെവിൾ, ഇത് പലപ്പോഴും ദൈവദാസന്മാർ മനസ്സിലാകാതെ അല്ലെങ്കിൽ വിശ്വാസികൾ മനസ്സിലാകാതെ കുഴങ്ങിപ്പോകാറുണ്ട്. എല്ലാ ദൈവദാസന്മാരും ശ്രദ്ധയോടെ കേൾക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ഒരു സ്ഥലത്ത് ആരാധന ആരംഭിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കുരിശുമൂടാകട്ടെ, അല്ലെങ്കിൽ ക്ഷേത്രമാകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആരാധന സ്ഥലമാകട്ടെ, ആ ശക്തികൾ നിങ്ങൾക്കെതിരായി ഉടനെ തന്നെ പ്രവർത്തനം ആരംഭിക്കും. അത് നിങ്ങളറിയുകയില്ല. നിങ്ങളറിയാതെ ഇരിക്കുമ്പോൾ തന്നെയാണ്. ഉദാഹരണമായി ഇതൊരു സഭയാണ്. ഈ സഭയുടെ ആരാധന ആരംഭിച്ചപ്പോൾ അടുത്തുള്ളത് ഒരു കത്തോലിക്ക കുരിശുമൂടാണെന്ന് വിചാരിച്ചാട്ട് ആ കുരിശുമൂടിൽ വാഴുന്ന ശക്തി വന്ന് ഇവിടെ വെളിയിൽ വന്നങ്ങ് നിൽക്കും. ആ ശക്തി വെളിയിൽ വന്ന് നിന്ന് അതിൻ്റെ പ്രഭാവം ആ ആലയത്തിന്മേൽ അയച്ചുകൊണ്ടേയിരിക്കും. ആ ആലയത്തിലുള്ള ദൈവമക്കളുടെ മേൽ അയച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ ദൈവദാസൻ എന്താണ് ചെയ്യേണ്ടത്? ഈ കുരിശുമൂട്ടിൽ പോയി അവിടുത്തെ ശക്തിയെ പിടിച്ച് കാൽ കീഴെ ചവിട്ടി തൂക്കുന്നത് വരെ തുടരെ അവിടെ പോയി യുദ്ധം ചെയ്യണം. ഇപ്പുറത്തൊരു ക്ഷേത്രമായിരിക്കും. ആ ക്ഷേത്രത്തിലെ ശക്തി നിങ്ങൾ ചിന്തിക്കുന്നതിന് മുൻപേ, കാരണം ദുഷ്ടാത്മ ശക്തിക്ക് ഉറക്കമില്ല, അവർക്ക് ആ ഉറക്കത്തിൻ്റെ ആവശ്യമില്ല, അവർക്ക് ആഹാരം വേണ്ട, അവർക്ക് വാഹനം വേണ്ട, അവർക്ക് രാത്രിയില്ല, പകലില്ല. അവരെപ്പോഴും നിങ്ങളറിയാതെ തന്നെ വന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവർ വന്ന് വെളിയിൽ നിന്നാൽ മതി. അതിൽ നിന്നുള്ളതായ പ്രവാഹം, അതിനുള്ളതായ അതിൻ്റെ പ്രഭാവം, അത് വന്ന് നിങ്ങളുടെ സഭയിൽ എന്ത് ചെയ്യും? ആക്രമിച്ചുകൊണ്ടിരിക്കും. സഭയിലുള്ള വിശ്വാസികൾ ആക്രമിച്ചുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ ദാസന്മാരുടെ ഭാര്യമാരുടെ മനസ്സിനെ ആക്രമിച്ചുകൊണ്ടിരിക്കും. അത് വലിയ ശക്തിയാണ്. നമ്മിലുള്ള ശക്തിയേക്കാൾ വലിയ ശക്തിയാണ്. എന്നാൽ കർത്താവിൻ്റെ ശക്തിയേക്കാൾ വലുതല്ല. See, I am telling you about the practical attack of Satan. See, that's what we read from Ephesians chapter 6 verse 10 to 12. In that the wiles of the enemy. The important thing, this is your church. And there may be a nearby another wicked spirit working. It may be a Muslim's mosque. It may be a Roman Catholic church. It may be a Hindu worshipping place. Or it may be a liquor shop. It may be a gambling place. It may be a dancing place. There is a power. That power will come and stand close to your church, close to your house, and send their force into your church, into your wife, into the members, to neutralize their power. When this power comes, it will neutralize the power. Therefore, in 1 Peter chapter 5 verse 8, we read, we should be always vigilant. These forces doesn't need rest or food or traveling or anything. They can come and stand by. So you may think, what is the reason why people are sleeping? You may think, why people have no interest? You may think, why your wife is lazy. Why? Some power is standing outside and attacking you.
So therefore what he should do, the servant of God should regularly visit that place and fight against that enemy and bring him under your feet. Keep it continuously. So that when your worship starts, the spirit will start fleeing. Otherwise, when you start worship, they will come stand outside. And they will see that your church is disintegrated. There may be smuggling people, drug addicts, the spirit working there. Therefore, you should fight against that powers. I work among Hindus, live among the midst of Hindus and Muslims, and fight against those powers and overcome them. That's why we are surviving in northern India. In the midst of all these oppositions, we fight against them. We bring them under our feet. We see every time. And I keep an eye open to all these forces nearby our place. Are they coming? Are they standing nearby? I sometimes walk on foot. Go to these places. Go to the temple. Go to the Muslim mosque. Go to the Sikh worshipping place. Go to the Christian cross junction where they have Mary or some other. And we fight against them. If you don't fight against it, your church power will be neutralized. And this happens to your own home also. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നത്, ഇത് വാസ്തവമായ അനുഭവത്തിൽ കൂടെ വചനത്തിൽ കൂടെയും മനസ്സിലാക്കിയ ശേഷമാണ് പറയുന്നത്. 1 പത്രോസ് 5:8 വായിച്ചാട്ട്. 1 പത്രോസ് 5:8. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് വിരിച്ച് തിരിഞ്ഞു നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരിടത്തൊരു സഭയെ ആരംഭിച്ചു. ഇത് നിങ്ങളുടെ വീടിനും പ്രധാനമാണ്. നിങ്ങളുടെ വീടിനും, ഇത് സഭയ്ക്കും വീടിനും നിങ്ങൾ തുല്യമായിട്ടുള്ള ഒരു വിശ്വാസിയുടെ വീടാണ്. ആ വിശ്വാസിയുടെ വീടിന് ഞാൻ അടുത്തുള്ള ശക്തി എപ്പോഴും ഈ വിശ്വാസിയുടെ വീട്ടിൽ നിന്ന് പാട്ട് വന്നാൽ എനിക്കിവിടെ ഇരിക്കാൻ ഒക്കുകയില്ല, സ്തോത്രം വന്നാൽ എനിക്കിവിടെ ഇരിക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ഇവരുടെ സ്തോത്രം ഇല്ലാതാക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ഭവനത്തിനകത്ത് കയറത്തില്ല, മുറ്റത്ത് വന്ന് നിൽക്കും, വെളിയിൽ വന്ന് നിൽക്കും. വെളിയിൽ വന്ന് നിന്നിട്ട് അതിൻ്റെ ശക്തിയുടെ പ്രഭാവം നിങ്ങളുടെ സഭയിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കും. ഇങ്ങനെയാണ് സാത്താൻ്റെ തന്ത്രങ്ങൾ നടക്കുന്നത്. അങ്ങനെയാണ് പലയിടത്തും സഭ എന്തായിത്തീരുന്നത്, ആത്മീയമായി ആരംഭിച്ച് ജഡത്തിൽ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അടുത്തു വന്ന് നിൽക്കുന്ന ശക്തി എന്താണെന്ന് അവർ ദൈവദാസന്മാർ കണ്ടേ മതിയാകുള്ളൂ. ഞാൻ എപ്പോഴും ഈ കാര്യത്തിൽ ശ്രദ്ധാലുവായിരുന്ന് ഇങ്ങനെയുള്ള ശക്തികൾ വന്ന് നിൽക്കുന്ന കണ്ടിട്ട് വിശ്വാസികളെ ഉടനെ അവിടെ സ്ഥലങ്ങളിലേക്ക് അയച്ചു കഴിയുമ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ വളരെ വിജയമാണ്. ചിലപ്പോൾ രോഗം കൊണ്ടുവരും, പനി. ഞങ്ങളുടെ അവിടെ ബക്ഷിനഗറിൽ ഞങ്ങളുടെ പല സമയത്ത് പനി രോഗം. ഞാൻ പറയും ഇന്നടുത്ത് പോകാൻ പറയാം, പ്രാർത്ഥിച്ചേച്ച് അവിടെ പോയി ആ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് വരുമ്പോഴത്തേക്ക് പൂർണ്ണ ആരോഗ്യത്തോടാണ് വരുന്നത്. അവിടെ ഞാൻ എന്തുവാ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോടെ യേശുവിൻ്റെ നാമത്തിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളുക, നിനക്കിവിടെ നിൽക്കുവാൻ കഴിയുകയില്ല. അപ്പം നിങ്ങളൊരു റേഡിയസ് വയ്ക്കണം, നിങ്ങളൊരു ചുറ്റുപാട്, ഇത്ര മൈലിനകത്ത് നീ വന്നു പോയേക്കരുത്. ആരെങ്കിലും വന്നാൽ നിങ്ങൾ കണ്ടുപിടിക്കണം. സഭയിൽ ഏതെങ്കിലും ഒരു ക്ഷീണം തോന്നുന്നു, വിശ്വാസികൾക്ക് ആരാധിക്കാൻ പ്രയാസം തോന്നുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ആരുണ്ട്? മുറ്റത്തൊരുത്തം വന്ന് നിപ്പുണ്ട്, അടുത്തൊരുത്തം വന്ന് നിപ്പുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, അകത്തും കയറി വന്നേക്കും. നിങ്ങളുടെ അകത്ത് കയറത്തില്ല, നിങ്ങളുടെ വ്യക്തികളുടെ അകത്ത് കയറത്തില്ല. എവിടെ വന്നിരിക്കും? പുറത്ത് വന്ന് അടുത്ത് വന്ന് നിന്നിട്ട് അതിൻ്റെ വ്യാപാരം നിങ്ങളുടെ മേൽ വരും. വ്യാപാരം വരുമ്പോൾ നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടേ അവരങ്ങ് ഉറങ്ങിക്കൊണ്ടിരിക്കും. വിശ്വാസികളങ്ങ് എന്ത് ചെയ്യും? പ്രസംഗം കേൾക്കുക. അവർ വിചാരിക്കും ഈ വിശ്വാസികളൊന്നും ഉറങ്ങിത്തരും. വാസ്തവത്തിൽ വിശ്വാസികളല്ല, കുഴപ്പമില്ല. അവിടെ പുറയിൽ ഒരാൾ വന്ന് എയർ കണ്ടീഷൻ പോലെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കാറ്റിങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനെ കണ്ടുപിടിച്ച് അതിൻ്റെ നേരെ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. അങ്ങനെ യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ. ഓൾവേസ് സീ ദിസ്. ഈ ലോകം മുഴുവൻ ആരുടെ അധീനതയിൽ കിടക്കുകയാണ്? സാത്താൻ്റെ അധീനതയിൽ കിടക്കുകയാണ്. ഞങ്ങളിവിടെ ആരാധിക്കുകയാണ്, ഇവിടെ സാത്താനൊന്നും വരാനൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ വരെയും പോകാൻ സാത്താൻ എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ആരാധിക്കുന്ന, ചിലപ്പോൾ നമ്മുടെ ആരാധനയുടെക്ക് വലിയ സിംഹം പോലെ വന്ന് ശാന്തമായിട്ട് പട്ടിയെ പോലെ അവിടെ കിടക്കും. നമ്മൾ കണ്ടുപിടിച്ച് ഓടിച്ചാൽ എല്ലാവരും വിശ്വാസികൾ എന്തായിത്തീരും? ഞങ്ങൾ
കരിങ്കുറ്റിക്കലോടത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഞാനന്നൊരു ബാലനാണ്. അവിടുത്തെ ഒരു തട്ടക്കാട്ടിൽ എൻ്റെ അപ്പച്ചൻ്റെ ജ്യേഷ്ഠനാണ്. എല്ലാ വിശ്വാസികളും ഒരു മയങ്ങുന്ന പോലെ കിടക്കുന്നത്. അപ്പച്ചൻ ഒരു ദർശനം കണ്ട് നടുക്കാരാ കിടക്കുന്ന ഒരു സിംഹം പോലെ ഒരാൾ വന്ന് കിടക്കുക, അങ്ങ് കിടക്കുക. അപ്പച്ചൻ അങ്ങോട്ട് ചാടി അവിടെ ഇരുന്ന് കാലൊടിച്ച് ചവിട്ടി. എല്ലാവരും അങ്ങ് ആത്മാവിലായി. അവൻ ഓടി അങ്ങ് എഴുന്നേറ്റ് പോയി. ആരായിരുന്നത് അവിടെ കിടന്നത്? സാത്താൻ വന്ന് കിടക്കുക. എല്ലാവരും എന്തു ചെയ്യുക? അതിൻ്റെ ബലത്താൽ, അതിൻ്റെ ആ പ്രഭാവത്താൽ ആ ദർശനം ആർക്ക് കിട്ടി? ഇന്ന് ദർശനവും വെളിപ്പാടും ഒക്കെ ഇല്ലാതെ വരുന്നത് കൊണ്ട് യഥാർത്ഥ ദർശനം, ഇന്ന് ദർശനം വരുന്നത് അമേരിക്കയ്ക്ക് പ്ലെയിൻ വരുന്ന ദർശനമാണ് കാണുന്നത്, അല്ലെങ്കിൽ വീസ കിട്ടുന്ന ദർശനമാണ് കാണുന്നത്, അല്ലെങ്കിൽ നല്ല വീടിൻ്റെ. അതല്ല വേണ്ടിയത്. ദർശനം കണ്ടത് സാത്താൻ എവിടെ ഒളിഞ്ഞിരിക്കുന്നത്, സാത്താൻ്റെ ശക്തികൾ എവിടെ ഒളിഞ്ഞിരിക്കുന്നു, നമ്മുടെ ഭവനത്തിനകത്ത് കയറിയിട്ടുണ്ടോ, നമ്മുടെ വരാന്തയിൽ വന്ന് നിപ്പുണ്ടോ, അവന് വരാൻ അനുവാദമുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ അകത്ത് കയറത്തില്ല. എന്തു ചെയ്യും? പുറത്ത് വന്ന് നിന്ന് നമ്മളെ ക്ഷീണിപ്പിക്കും. അതുകൂടാതെ ചിന്തകളാകുന്ന അനേക തീയമ്പുകളായിരിക്കും. അതിനാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് 2 കൊരിന്ത്യർ 10:3 മുതൽ 5 വരെ വായിച്ചാൽ 2 കൊരിന്ത്യർ 10 അത് നോട്ട് ഓൺലി ദാറ്റ് ഹി വിൽ സെൻഡ് സോ മെനി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് തോട്ട്സ് ഇൻ യുവർ മൈൻഡ്, ഇൻ യുവർ സോൾ. Therefore read 2 Corinthians chapter 10 verse 3 to 5. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ആകയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇവിടെ വായിക്കുന്ന ഏത് വിചാരങ്ങളെയും എന്ത് ചെയ്യുന്നു? പിടിച്ചടക്കണം. ഞാൻ കർത്താവിൻ്റെ വേല വടക്കേ ഇന്ത്യയിൽ ജമ്മു കാശ്മീരിൽ ഉദംപൂരിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഗ്രാമത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ ഭാര്യ വിശ്വസ്തയായി കർത്താവിനെ സ്നേഹിക്കുന്നവളും ബൈബിൾ ക്ലാസ് പഠിച്ചു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി താല്പര്യമുള്ള ഞാൻ വിവാഹം കഴിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് നിനക്ക് സന്തോഷമാണോ എന്ന് ചോദിച്ചിട്ട് ആ ഒരൊറ്റ കാര്യമേ ചോദിച്ചുള്ളൂ. അങ്ങനെയാണ് വിവാഹം കഴിച്ചത്. എന്നാൽ പല സമയത്തും ഞാൻ വേലയ്ക്ക് പോയിച്ചു വരുമ്പോൾ എൻ്റെ ഭാര്യയെ ഭാരമുള്ളവളായി, പ്രയാസമുള്ളവളായി നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ ഈ വിവരം അറിയാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് കർത്താവിൻ്റെ വേലയിലൊന്നും സന്തോഷമൊന്നുമില്ല, നിനക്ക് വേലയിലൊന്നും ഇഷ്ടമൊന്നുമില്ല, നിനക്ക് ഭൗതിക കാര്യങ്ങളൊക്കെ മറിയുന്ന ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ജഡത്താൽ പോരാടിയിട്ടുണ്ട്. പിന്നെയും ഞാൻ ആഴമായി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, അവളുടെ കുഴപ്പമല്ല, വേറെ ശക്തി വെളിയിൽ വന്ന് നിപ്പുണ്ട്. വന്ന് അവളുടെ മനസ്സിനെ എനിക്കെതിരായിട്ട് ഇത് ചെയ്യാൻ കുത്തിയിളക്കാണെന്ന് മനസ്സിലായി. ഞാൻ പിന്നെ ചുറ്റി നടന്ന് യുദ്ധം ചെയ്യാൻ തുടങ്ങി. കാര്യമെല്ലാം ശരിയായി. ആ കാര്യം മനസ്സിലാകുന്നവരെ ഞാൻ ആരോടാ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്? ഭാര്യയോട്. ജഡപ്രകാരം, നിനക്കിഷ്ടമല്ല, നീ പ്രാർത്ഥിക്കുന്നില്ല. എന്നാൽ ഒരു ശക്തി വന്ന് എൻ്റെ ഭാര്യയുടെ മനസ്സിനെ പിടിച്ചടക്കത്തക്ക പോലെ കാര്യം ചെയ്യുന്നു എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ശക്തി ഭാര്യയുടെ അകത്ത് കയറിയിട്ടില്ല. എവിടെ വന്നിരിക്കുന്നത്? വലിയ ശക്തി ചെറുക മുറ്റത്ത് വന്ന് നിന്നാൽ മതി, അടുത്ത് വന്ന് നിന്നാൽ മതി. അതിൻ്റെ തീയമ്പുകൾ കൊണ്ട് വിചാരങ്ങൾ ഒരുപാട് വരും. ആ വിചാരങ്ങളെ എന്തു ചെയ്യണം? യേശുവിനെ അതിന് മുൻപേ ആ കോട്ടയെ പോയി ഇടിക്കണം. എന്തു ചെയ്യണം? അവിടെ ചുറ്റുപാടുള്ള ശത്രുവിൻ്റെ കോട്ടകളെ തേടിപ്പോയി ഇടിച്ച് നിങ്ങളെ ആ ശത്രുവിന് മനസ്സിലാണ്, ഇവൻ്റെ മുറ്റത്ത് പോയാൽ ഇവൻ എന്നെ ഇവിടെ പാർപ്പിക്കുകയില്ല എന്നാർക്ക് മനസ്സിലാകണം? ശത്രുവിന് നല്ലവണ്ണം ഇവൻ്റെ അടുത്തെങ്ങാണം പോയാൽ പിന്നെ നമ്മളെ ഇവിടെ പാർപ്പിക്കുകയില്ല. ഞാൻ എന്ത് ചെയ്യുന്നറിയാം? ചിലപ്പോൾ ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളമൊക്കെ എടുത്തിട്ട് അതിനെ മുഴുവനും പ്രാർത്ഥിച്ച് യേശുവിൻ്റെ രക്തമായിട്ട് ഈ ക്ഷേത്രത്തിനകത്തെല്ലാം പോയി വിഗ്രഹത്തിന് മുകളിലെല്ലാം തളിക്കും. ഞാൻ പറയും, ഇവിടെ നിന്ന് ദഹിച്ചോളാൻ പറയും നിങ്ങളെല്ലാം. പൂജാരിമാരിയ്ക്കുക. പൂജാരിമാർ വിചാരിക്കുന്നത് എന്താണ്? ഞാൻ അതിനെ വെള്ളം ഒഴിച്ച് എന്ത് ചെയ്യുകയാണ്? അപ്പോൾ ശിവലിംഗം വെച്ചിട്ടുണ്ട്. ശിവലിംഗൻ്റെ മേളൊരു വലിയ കുപ്പി ഉണ്ട്, അതിനകത്ത് വെള്ളം ഇങ്ങനെ വീഴുന്നു. ഞാൻ എന്ത് ചെയ്യും? പ്രാർത്ഥിച്ച് ആ രക്തം, ആ വെള്ളം മുഴുവൻ രക്തമാക്കിയിട്ട് നിൻ്റെ മേളിൽ ഇത് വീണുകൊണ്ടിരിക്കട്ടെ, രക്തം വീണുകൊണ്ടിരിക്കട്ടെ. ഇങ്ങനെയെല്ലാം ചെയ്തേച്ച് വരും. അപ്പോൾ അവിടുത്തെ പൂജാരിയൊക്കെ വിചാരിക്കുക ഞാൻ വന്ന് വലിയ കാര്യത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പൂജ നടത്തി. ഞാനവിടെ നശിപ്പിക്കുക എന്ന് അവനറിയത്തില്ല. ഒടുവിലെ പൂജാരിയോട് സുവിശേഷം പറയും. അങ്ങനെ നമ്മൾ ആക്രമികളായിരുന്നെങ്കിൽ മാത്രമേ
നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ. Unless you start your offensive work against the powers of darkness. See, when I started the ministry in northern India, my wife, when I married her, the only one question I asked, are you ready for the ministry? Because now I am in the army, I'll resign and I go for the ministry. Are you ready? She said, yes. That's the only question I asked, and she was ready. But when the ministry started, I find sometimes she's disappointed, her face is not good, face is so sad, and then I started to argue with her, why you are not interested for the ministry? Then I started praying. Any amount of fighting against her, it's not disciplining her, it's not improving the situation. It's becoming worse. Then I said, Lord, what? Then the Lord opened my eyes and I saw the powers coming and standing outside and sending their arrows. Then I started attacking. Then I started visiting their places and I started destroying their stronghold. Then deliverance came. So it is important that God has allowed these powers to come and attack. It may be a liquor shop, it may be drug addicts. Unless you clear your streets, unless you clear your town, unless you clear your area from the wicked forces, they will always work against your congregation, always work against your church, always work against the members, and they will send the arrows. So we should overcome all of them, and they should know if I touch their member, then he is going to attack us. Every wicked force should know if I touch their member, he will attack me. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ദുഷ്ടശക്തികൾക്ക് എല്ലാവർക്കും അത് ചിലപ്പോൾ കള്ളുഷാപ്പായിരിക്കും, അവിടെ ഒരു വലിയ ശക്തിയുണ്ട്. ഇവിടെ എല്ലാം ഒരു കുരിശുമൂടായിരിക്കും, അവിടെ ഒരു വലിയൊരു ശക്തിയുണ്ട്. അപ്പം നിങ്ങളുടെ സഭയിലുള്ള ഏതെങ്കിലും വിശ്വാസി ക്ഷീണിതനായി കണ്ടാൽ എന്നെ വന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് ആർക്ക് മനസ്സിലാകണം? അവിടെയുള്ള ശക്തിക്ക് മനസ്സിലാ കോട്ടകളെ തകർക്കണം. ആ കോട്ടകളെ തകർക്കുമ്പോഴാണ്, അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ സഭയിലെ വിശ്വാസികളുടെ മനസ്സിൽ വരുന്ന ഈ വഴക്കിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് മാറിപ്പോകുന്നത്. ചിലപ്പം വന്ന് വിശ്വാസികളുടെ മനസ്സിനകത്ത് എന്തിടും? പാസ്റ്റർക്കെതിരായിട്ടും മറ്റുള്ളവർക്കെതിരായിട്ടും ഓരോന്നിടും, പോരുകൾ മറ്റുള്ളവരിപ്പോൾ. അതിനെല്ലാം ജയിക്കണമെന്ന് എന്ത് ചെയ്യണം? ചുറ്റുപാടുമുള്ള 10-12 കിലോമീറ്റർ ഏരിയയിൽ നിങ്ങൾ അവിടുത്തെ രാജാവാണ്. ഞാൻ എപ്പോഴും ഐ ഡിക്ലെയർ ഇൻ ജമ്മു, ഐ ആം ദ കിങ് ഓഫ് ജമ്മു. ഞാൻ എപ്പോഴും പറയും, ഞാൻ ജമ്മുവിൻ്റെ രാജാവാണ്. ഞാൻ പറയുന്നത് ഇവിടെ നടക്കും, ഞാൻ പറയുന്നത് ഇവിടെ നടക്കും. ജമ്മുവിൻ്റെ രാജാവ് ഞാനാണ്. അന്ധകാര ശക്തികളെല്ലാം എപ്പോഴും മുട്ടിന്മേലിരുന്നോണം എൻ്റെ മുമ്പിൽ, ഒന്നുപോലും എഴുന്നേറ്റ് നടക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ അടക്കി വാഴണം, അങ്ങനെ അടക്കി വാഴണം. ഞങ്ങൾക്കെതിരായിട്ട് കല്ലേറും മറ്റുള്ള, അപ്പം ഞാൻ നേരെ ഇതായിരുന്നേ കല്ലേറിന്ന് അവരോടെല്ലാം അങ്ങ് ക്ഷമിക്കും. അവരുടെ ദൈവങ്ങളെ പിടിച്ചിട്ടിച്ചിട്ടിച്ചിട്ടിച്ചിട്ടിച്ചിട്ടിച്ച് അവരെ അവരുടെ മൂക്ക് കൊണ്ട് നിറത്ത് ഉരപ്പിക്കാതെ വിടുകയില്ല. അവർക്കാ കഷ്ടം വരുന്നത്. അങ്ങനെ പോരാടുമ്പോഴാണ് യഥാർത്ഥമായി ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആനന്ദം മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാൻ ഒക്കുകയില്ല. അപ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ മകൻ്റെ ബുദ്ധിയോട് പറയുന്നത്, അടുത്ത ആരെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്? വന്ന് നിപ്പുണ്ട്. ഹല്ലേലൂയ, അവരാണ് എൻ്റെ മുറ്റത്ത് വന്നത്. അവിടെ എല്ലാം ഇറങ്ങി നടക്കണം. യേശുവിൻ്റെ രക്തവും പറഞ്ഞുകൊണ്ട് സഭാരാധനയ്ക്ക് കുറച്ച് പേരെ വന്നിട്ടുള്ളെങ്കിൽ ഇന്ന് ആരാ അടുത്ത് വരാൻ? ചിലപ്പോൾ ഏതെങ്കിലും തോമാച്ചൻ്റെ വീടിൻ്റെ അടുത്തൊരു കുരിശുമൂടുണ്ടായിരിക്കും. ആ കുരിശുമൂടിലെ പുള്ളിക്കാൻ അകത്ത് കയറി ഇരിക്കുക. അപ്പോൾ അവിടെ ആ കുരിശുമൂട്ടി പോകണം. തോമാച്ചൻ്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പേ തോമാച്ചൻ്റെ അടുത്തുള്ള കുരിശുമൂട്ടി ചെല്ലണം. നീയാണോ ഇന്ന് തോമാച്ചനെ വരാതെ നിർത്തിയത്? നിന്നെ ഞാൻ വിടത്തില്ല. അവിടെ യുദ്ധം ചെയ്യണം. അല്ലെങ്കിൽ അവിടെ ഒരു ക്ഷേത്രമായിരിക്കുമല്ലോ, ഒരു കാളിയമ്മയുടെ ക്ഷേത്രമായിരിക്കുന്നു, ഒരു ശിവൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ മുസ്ലിം പള്ളിയായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ വേറെ നിങ്ങൾ അവിടെ ഒരു കള്ളുഷാപ്പായിരിക്കും. അവിടെ പോയി നിങ്ങൾ യുദ്ധം ചെയ്യണം. ഞാൻ അങ്ങനെ ചെയ്യുന്നു, കർത്താവ് ജയം തരുന്നു, ധാരാളമായ ആത്മാക്കൾ വർദ്ധിക്കുന്നു. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ ശക്തികൾ വന്ന് എന്ത് ചെയ്യും? ഒരുപാട് വിചാരങ്ങൾ മനസ്സിലിടും. ഈസ് യുവർ എനിമി ആൻഡ് you should look who has come. When you see a believer is very lazy, then you should find out, you should inquire, yes, who, what. Don't find about what mistake you did.
Who is nearby? You check. You should know as a pastor nearby your believer's house whose stronghold of Satan is there. Is it a Muslim, or is a Christian, nominal Christian, or it's a Hindu, or it's a drinking place, or it's a dancing place. Wherever the wicked place, you should find out the stronghold around everywhere. That's why the pastor's ministry is a tough ministry. You have to find out. It is not that people who come escape and then you feed them. No, my dear friend, you have to watch for their souls. That's why Hebrew 13:17, you have to watch for your souls. നമ്മൾ വിചാരിക്കും പാസ്റ്ററുടെ 300-400 പേര് വന്നാൽ നല്ലതാണ്. സഹോദര സഹോദരിമാരെ, നമ്മുടെ ശുശ്രൂഷകന്മാരാകുന്ന നമ്മുടെ ജോലി, നമ്മുടെ സഹോദരൻ, നിങ്ങളുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച സഹോദരൻ്റെ വീടിനടുത്ത് ഒരു കള്ള് ഷാപ്പുണ്ടെങ്കിൽ അവിടുത്തെ ശക്തിയുടെ പ്രഭാവം അവൻ്റെ മേൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തി അവൻ്റെ നേരെ ഇത് അവന് വേണ്ടി എതിരായിട്ട് വരുന്നതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവിൽ ജാഗരിച്ച് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇപ്പോൾ നിങ്ങളുടെ സഭായോഗത്തിന് കൂടി വന്നപ്പോൾ ചാക്കോച്ചൻ ഇന്നും കുറച്ച് മുഖം കറുത്തായിരിക്കുന്നത്. അപ്പം കർത്താവിൻ്റെ ദാസൻ ചോദിച്ചു, എന്താ ചാക്കോച്ച? എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എന്ന രീതി പറഞ്ഞായിട്ട്, എന്നാൽ ചാക്കോച്ചനെ അങ്ങ് വിടണം. വിട്ടേച്ച് മുട്ടിന്മേലിരുന്നിട്ട് കണ്ടുപിടിക്കണം, ഒന്ന് സർവേ ചെയ്യണം, ആത്മാവിലൊന്ന് സർവേ ചെയ്യണം. ചാക്കോച്ചൻ്റെ പുറകെ വന്ന ഏത് പുള്ളിക്കാരനാണെന്ന് എന്ത് ചെയ്യണം? ഒന്ന് സർവേ ചെയ്തിട്ട് അവൻ്റെ അടുക്ക ചെല്ലണം. അവൻ്റെ അടുക്ക ചെന്നിട്ട് എൻ്റെ ചാക്കോച്ചൻ്റെ അടുക്ക വരാൻ നിനക്കെന്താ ഇത്ര അധികാരം വന്ന് പിടിച്ചവനുമായി കുസ്തി പിടിച്ച് കഴിഞ്ഞിട്ട് ചാക്കോച്ചൻ്റെ അടുക്ക വെച്ചാൽ സ്വോത്രം 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 പറഞ്ഞ് ചാക്കോച്ചൻ സ്വോത്രം പറഞ്ഞു വരുന്ന കാണാം. നിങ്ങളല്ലേ ഇന്ന് ചെയ്ത് നോക്കിയാട്ട്. ഞാനിങ്ങനെ ഹൺഡ്രഡ്സ്, ആയിരക്കണക്കിന്, 100 അല്ല ആയിരക്കണക്കിന് യുദ്ധം ചെയ്ത് വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി കാത്തിരുന്ന് അവരെ വിടുവിച്ചിട്ട് അനുഭവത്തോട് പറയുകയാണ്. ഒരൊറ്റ കേസ് ഫെയിലായിട്ട് എനിക്ക് അനുഭവമായിട്ടില്ല. പ്രയാസമുണ്ട്, പിടിച്ചു വലിച്ചുകൊണ്ട് പോകും. ചിലരവർക്ക് അതിന് കൊടുക്കും. ഞാൻ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾക്ക് അവരുടെ നിന്നയൊക്കെ ഏൽക്കേണ്ടി വരും, അവരുടെ പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വരും. അതാണ് പൗലോസ് പറഞ്ഞ വീട് തോറും ഓരോരുത്തർത്തും പോയി. അങ്ങനെയാണ് ക്രിസ്തീയ സഭ നടത്തേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് അവരുടെ വിചാരങ്ങൾ എന്ത് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഈ വിചാരങ്ങളാകുന്ന ചിന്തകൾ എപ്പോഴും സാത്താൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഭാര്യയുടെ അകത്തും മക്കളുടെ അകത്തും നിങ്ങളുടെ അകത്തും ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുക. ഇപ്പം വിചാരിച്ചോ ഇത് AM ഷാമുല പ്രാർത്ഥിക്കാനിരിക്കുക. ശ്രദ്ധിക്കണേ, AM ഷാമുൽ പ്രാർത്ഥിക്കാനിരിക്കുക. സാത്താന് മനസ്സിലായി ഉടനെ ഒരുത്തൻ വന്ന് അടുത്തങ്ങ് നിൽക്കും, അകത്ത് കയറത്തില്ല. അടുത്ത് നിൽക്കുക, ഉടനെ AM ഷാമുൽ എടുക്കൽ പ്രാർത്ഥിക്കാനിരിക്കുക. ഓ ഇന്ന് ഇവിടുന്ന് കോഴഞ്ചേരിയിൽ പോകണം, ഞാൻ ഇവിടുന്ന് വിചാരിക്കുകയാണെന്ന്. അപ്പം ചിന്ത എവിടെ വരുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ എടുത്ത കാര്യമാണ് കോഴഞ്ചേരിയിലെ കാര്യമാണ് മനസ്സിൽ വരുന്നത്. അല്ല വടശ്ശേരിക്കര പോകണം, അല്ല വേറെ ഒരു പാൻറ് മേടിക്കണം, പ്രാർത്ഥിക്കാനിരിക്കുക. ഈ ചിന്തയെല്ലാം ഇടുന്നത് ആരാ? ഈ പുള്ളിക്കാരനകത്ത് വന്നിരുന്ന് ഇങ്ങനെ ജഡത്തിന് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് സ്വോത്രം പറഞ്ഞാൽ എഴുന്നേക്കണമെന്ന്. എഴുന്നേറ്റ് യേശുവിൻ്റെ രക്തം എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ആരാ? എൻ്റെ ചിന്തയെ ബാധിക്കുന്നത് ആരാണെന്ന് എഴുന്നേറ്റ് രക്തം പറഞ്ഞ് യേശുവിൻ്റെ രക്തം ഒന്ന് നടന്ന് നോക്കിയാട്ട് ഓടികളെയും നിങ്ങൾക്കിരുന്ന് ശാന്തമായിട്ട് എന്ത് ചെയ്യാൻ നോക്കും. എന്നാൽ ചിലരെന്താ ചെയ്യുന്നറിയാമോ? പ്രാർത്ഥിക്കാനിരുന്ന ഇന്ന് വടശ്ശേരിക്ക് പോകണം, ഇന്ന് പാലക്കാടിന് പോകണം, സ്വോത്രം സ്വോത്രം സ്വോത്രം, ഹല്ലേലൂയ സ്വോത്രം സ്വോത്രം, പ്രാർത്ഥനയും കഴിച്ചു. എന്താ അങ്ങനെ അവിടെ ഇരുന്ന് ഉറങ്ങല്ല, എഴുന്നേക്കണം. എഴുന്നേറ്റിട്ട് ആരാ നല്ല രീതിയിൽ എൻ്റെ അടുക്കൽ ഞാൻ താമസിക്കുന്നതിന് അടുത്ത് വന്ന് എൻ്റെ ചിന്തയെ ബാധിക്കാൻ വന്ന് നിൽക്കുന്നത് ആര് എന്നൊന്ന് ഇറങ്ങി ഒന്ന് ചോദിച്ച് കഴിഞ്ഞൊരു യേശുവിൻ്റെ നിങ്ങളെ ബാധിക്കുന്നതെല്ലാം എന്ത് ചെയ്യും? നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് വൈകിട്ട് വന്ന് പറയും. ഇന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഇങ്ങനെയാണ് അനേകരെ സാത്താൻ എന്ത് ചെയ്യുന്നത്? തകർക്കുന്നത്, അവരെ ക്ഷീണിപ്പിക്കുന്നത്. അവൻ ഒന്നും ചെയ്യണം, നിങ്ങളുടെ അകത്ത് കയറണം, അടുത്ത് വന്ന് നിന്നാൽ മതിയല്ലോ. അപ്പോൾ ദൈവത്തോടുള്ള ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോഴേ മനസ്സിലാകണം ആരോ അടുത്ത് വന്ന് നിൽപ്പുണ്ട്, അവനെ ഒന്ന് കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണ് നാം ജയിക്കേണ്ടത്. അതിനാ പറയും നമുക്ക് പോരാട്ടമുള്ളത്, നമുക്ക് മല്ലയുദ്ധമുള്ളത്. ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. എല്ലാ വിശ്വാസികൾക്കുമുണ്ട് ഇത്. ഞാൻ ജമ്മുവിലുള്ള വിശ്വാസികളെ ഇതിനെ പഠിപ്പിച്ചതുകൊണ്ട് എനിക്കിപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്.
എന്താ, അവർ തന്നെ പൊയ്ക്കോളും. അതുകൊണ്ട് എനിക്കെന്താണ് കുറച്ച് ആശ്വാസം. അവർ വിശ്വാസികൾ തന്നെത്താനും എല്ലാം തന്നെത്താനെ പോയി അവിടെ പോയി യുദ്ധം ചെയ്ത് ഇവിടെ അപ്പോൾ എനിക്കെല്ലാവരും സാവകാശമായിട്ട് പിന്നെ എനിക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാനിടയാവും. അതുകൊണ്ട് നിങ്ങളുടെ ദൈവജനങ്ങളെ ഇത് പഠിപ്പിക്കണം. നിങ്ങളുടെ സഭയിലുള്ള ദൈവമക്കളെ, വിശ്വാസികളെ ഇത് പഠിപ്പിക്കണം. നിങ്ങളുടെ മക്കളെ ഇത് പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജയജീവിതം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ആകയാൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, ഇത് ഞാൻ അല്പം മാത്രം പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിത് കൂടുതലായി മനസ്സിലാക്കട്ടെ. സോ ആസ് യു ആർ ബോൺ അഗെയിൻ പീപ്പിൾ, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് ദ വർക്ക് ഓഫ് Satan. If you do not fight against these forces, your church, you can never plant a church. You will start a church, after 1 year, after 2 years, that church will be wound up. Why? Satan working there. So you must be able to overcome the work of that area of the enemy, then only the church will continue there. Otherwise, many people fail in the ministry. Church planting ministry, they fail because they don't understand the fighting of the enemy. And when you fight against the enemy, definitely you can overcome. Definitely. അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും ജാഗ്രതയോടിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. ഇങ്ങനെയാണ് നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളെന്തിനാ ജാഗരിക്കുന്നത്? കർത്താവേ, ചാക്കോച്ചൻ്റെ നിന്ന് ശമ്പളം കുറഞ്ഞു, അവൻ്റെ ശമ്പളം കുറച്ച് കൂട്ടി കൊടുക്കണേ. അല്ലെങ്കിൽ അവൻ്റെ വീടിൻ്റെ കാര്യത്തിൽ ഭൗതികത്തിനല്ല ജാഗരിക്കേണ്ടത്. ദൈവമക്കളുടെ ഭൗതികത്തിനല്ല ജാഗരിക്കേണ്ടത്, അവരുടെ ആത്മാക്കളുടെ. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? വായിച്ചാട്ട് എബ്രായർ 13:17 വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുക. നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുക? നിങ്ങളുടെ ഭൗതിക നന്മകൾക്ക് വേണ്ടിയല്ല. നിങ്ങൾ ജോലി കിട്ടുന്നു അതുണ്ടോ ഇതെന്നല്ല. നിങ്ങളുടെ ആത്മാവിനെ ക്ഷീണിപ്പിക്കുന്ന ശക്തി ഏതാണെന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിച്ച് അവനെ പിടിച്ച് നല്ലവണ്ണം ഇടിക്കണം. അവനെ പിടിച്ച് നല്ലവണ്ണം മല്ലയുദ്ധം, അവൻ്റെ മൂക്കൊണ്ട് നിരത്തിടണം. അങ്ങനെ ചിലപ്പോൾ ഞാനിവിടെ ഇവിടെ ഇരിക്കുമ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ ഫിലിപ്പൈൻസോ അമേരിക്കയിലും ജമ്മു പ്രോബ്ലം, ഞാൻ അവിടെ നിന്ന് പറയും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എന്താ കാര്യം? ശരി, എത്ര കേസസ് ഉണ്ടായിട്ടുണ്ട്. ടെലിഫോണിൽ ഇവർ ഇവിടെ പ്രശ്നമാണ്, ഞാൻ പറയും ഞാൻ ഞാൻ പറയാം ഐ എം കമ്മിങ്. ഇത്രയും പറഞ്ഞാൽ മതി. അപ്പോഴത്തേക്ക് കാര്യം എന്താവും? കാരണം അവരോട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അവരെ ഇടിച്ചിടിച്ച് അവരെ തകർത്തിട്ടിരിക്കുന്നതുകൊണ്ട് അനങ്ങിപ്പോയാൽ അവർ 1 കൊടുത്താൽ നമ്മൾ 10 കൊടുക്കും. അവർ 1 തൊട്ടാൽ എന്തു ചെയ്യും? 10 അല്ലെങ്കിൽ 100 അവന് കിട്ടും. അങ്ങനെ ഇടിച്ച് അങ്ങനെ മല്ലയുദ്ധം ചെയ്യണം. അതാണ് ആത്മീയ യുദ്ധം. അങ്ങനെ ചെയ്യുമ്പോഴാണ് വിശ്വാസികൾ വിടുതൽ പ്രാപിക്കുന്നത്, ദൈവമക്കൾ വിടുതൽ പ്രാപിക്കുന്നത്. ഓരോ സ്ഥലം നിങ്ങൾക്കറിയാം. ഈ യോഗം ഇവിടെ നടത്താതിരിക്കാൻ സാത്താൻ എത്ര യുദ്ധം ചെയ്തെന്നറിയാം. സാത്താനോട് ഞാൻ 3 ദിവസം യുദ്ധം ചെയ്തു. ലൂസിഫറിനോട് യുദ്ധം ചെയ്തു. സാത്താൻ പറഞ്ഞു 2-3 പേര് 3-ാമത്തെ ദിവസം ഇത് കഴിഞ്ഞേ പോവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെയുള്ള ഈ ശക്തികളെ എല്ലാം വിളിച്ച് എന്തും മാത്രം അവരെ ഇടിച്ചിട്ടുള്ളൂ. അവർക്കറിയാം. ഇവിടെയുള്ള ഗുരുവായൂരപ്പനും മറ്റേ അപ്പനും എല്ലാവരെയും ഇവിടെ തല പൊക്കി നടന്ന എല്ലാത്തിനെയും ഞാൻ പിടിച്ചിടിച്ചായി ഇരിക്കുന്നത്. ഇവിടെ ഒരുത്തരെയും വിട്ടിട്ടില്ല. ഈ യോഗത്തിനെതിരായി ഇവിടെ പ്രവർത്തിക്കാൻ വന്ന എല്ലാത്തിനെയും പിടിച്ച് നല്ലവണ്ണം ഇടിച്ചേച്ചായിരിക്കുന്നു പരസ്യമായിട്ട് രാത്രിയുള്ള. അതുകൊണ്ടാണ് ഇത്രയും എതിർപ്പുകൾ ഉണ്ടായണൊക്കെയും കർത്താവ് എന്ത് ചെയ്തത് കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നടത്തി. ഞാൻ മാത്രമല്ല, നിങ്ങളും പ്രാർത്ഥിച്ചു, നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ യുദ്ധം ഭയങ്കരമായിരുന്നു. ഈ യോഗത്തിനെതിരായുള്ള യുദ്ധം അതിഭയങ്കര. ഞാൻ കേരളത്തിൽ യോഗം നടത്തുന്നതിന് ഇത്രയും ഭയങ്കര യുദ്ധം ഇതുവരെ എങ്ങും അനുഭവിച്ചിട്ടില്ല. അത്ര കഠിന യുദ്ധമായിരുന്നിത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, കർത്താവ് ജയം നൽകി. ഹല്ലേലൂയ. അയാൾ പ്രിയമുള്ളവരെ, നമുക്ക് യുദ്ധം ചെയ്ത് മുൻപോട്ട് പോകാം. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെങ്കിലും ഒരു കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്കെതിരെ ചെയ്യുന്ന ശത്രുവുണ്ട്.
സഭയ്ക്കെതിരെ, നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരെ, കുടുംബത്തിനെതിരെ, നമ്മുടെ തലമുറകൾക്കെതിരെ, നമുക്കെതിരെ ഒളിയമ്പുകൾ നയിക്കുന്ന ശത്രുവുണ്ട്. അവനോട് എങ്ങനെ എതിർ നിൽക്കണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവചനത്തിലൂടെ ഇന്ന് നമ്മോട് സംസാരിക്കാനിടയായത്. പരിശുദ്ധനായ നിങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായിരിക്കുന്ന ഈ പകൽക്കാലത്തിന് മധ്യാഹ്നം കഴിഞ്ഞ നല്ല സമയത്തിനായി ഞങ്ങളെ വാഴ്ത്തുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. അച്ഛൻ്റെ പകൽക്കാലത്തിൽ കൂടി വന്നു ദൈവത്തെ ആരാധിപ്പാതെ കൊണ്ട് ഞങ്ങളെ സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. സ്വർഗീയപിതാവേ, നീ കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനത്തെ ദീർഘങ്ങളിലേക്ക് ഞങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന് ആവശ്യമായിരിക്കുന്ന വചനം സംസാരിപ്പാൻ കൊണ്ട് നിന്റെ ദാസനെ ശക്തീകരിച്ചല്ലോ, ബലപ്പെടുത്തിയത് കർത്താവേ. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് നൽകി തന്ന സ്വർഗീയ ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ വചനത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒടുവിൽ കർത്താവ് അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും എന്ന് കർത്താവിനെ തിരുവചനങ്ങൾ വായിക്കുന്നു. ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ, അതിനോട് എതിർത്ത് നിൽപ്പാൻ, അതിനോട് യുദ്ധം ചെയ്ത് അതിന്മേൽ ജയമെടുപ്പാൻ, ഞങ്ങളെ ഏൽപ്പിച്ചതിനെ സംരക്ഷിപ്പാൻ, ഞങ്ങളെ ഏൽപ്പിച്ച സഭയെ പരിപാലിപ്പാൻ ഏറിയ ദൈവകൃപ അടിയങ്ങളുടെ മേൽ പകരുമാറാകണമേ. ആമേ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് യുദ്ധമുള്ളത്, ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ഈ ലോകത്തിലെ യാതൊരു ശക്തികളോട്, അന്ധകാര ശക്തികളോട്, ദേശത്തിലെ വ്യാപാരങ്ങളോട്, കർത്താവേ സ്തോത്രം, ഇരുളിന്റെ അധികാരങ്ങളോട് ഞങ്ങൾക്ക് യുദ്ധമുണ്ട്. ആ യുദ്ധത്തിന്മേൽ അവിടുന്ന് ജയമെടുക്കുന്നതിനാൽ, അവിടുന്ന് ഞങ്ങൾക്ക് ജയം കൽപ്പിക്കുന്നതിനാൽ ഞങ്ങളതിനെ സ്തുതിക്കുന്നതിനെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, തുടർന്ന് വൈകിട്ട് നടക്കുന്നതായിരിക്കുന്ന മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജനത്തെ നീ കൂട്ടി വരുത്തുമാറാകണമേ. നിന്റെ ദാസന്മാരെ നീ കൂട്ടി വരുത്തുമാറാകണമേ. നിന്റെ ജനത്തിന് കൊടുക്കാനുള്ളത് നിന്റെ ദാസന്റെ മക്കൾ നീ ഫലമേൽപ്പിക്കുമാറാകണം എന്ന് ഞങ്ങൾ നീയോട് പ്രാർത്ഥിക്കുന്നു. ദീർഘകാല കർത്താവേ, നിന്റെ വയൽ പ്രദേശത്ത്, പ്രത്യേകിച്ച് വടക്കേന്ത്യ പ്രദേശങ്ങളിൽ നിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിലായിരിക്കാൻ അനേകായിരങ്ങളെ കർത്താവേ വലിച്ചെടുപ്പാൻ, നിത്യനാശത്തെ രക്ഷിപ്പാൻ തക്കണം നിന്റെ ദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിച്ച ദൈവത്തിന്റെ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. പിന്നെ കുടുംബമായി മാനിക്കണം, അനുഗ്രഹിക്കണം എന്നാണ് ഞാൻ നന്ദിയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയാൽ നിങ്ങളുടെ സ്തോത്രം യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ.